നിങ്ങൾ ഒരു കാര്യം ചെയ്യണം കേട്ടോ. ഒരു 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 10 പേജ് അതായത് നേരത്തെ ജോയിൻ ചെയ്തവർ, അതായത് നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൻ്റെ ക്വസ്റ്റ്യൻസ് ചെയ്തുകൊണ്ടിരുന്നവർ ഒരു 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 5 പേജെങ്കിലും വിട്ടിട്ട് എഴുതാവേ. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ക്വസ്റ്റ്യനും കൂടെ അതിനകത്ത് ചെയ്യാനുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ 5 പേജിനകത്ത് അതങ്ങ് എഴുതാം, അപ്പം തെറ്റിപ്പോകത്തില്ല. ഒരു 5 പേജ് വിട്ടിട്ട് എഴുതരുത്. പുതിയ ആൾക്കാർ ഒന്നും ചെയ്യേണ്ട, ജസ്റ്റ് ഡയറക്റ്റായിട്ട് അങ്ങ് എഴുതി അങ്ങ് പോയാൽ മതിയേ. അപ്പം എഴുതിക്കോളും. പറഞ്ഞോ എന്തെങ്കിലും പറയാനുണ്ടേ പറഞ്ഞോണം. മോഷൻ in a straight line. Straight line. Motion in a straight line. നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് സംസാരിക്കുന്നത് ഒരു ബോഡി നേരെ പോകുവാണെങ്കിൽ അതിൻ്റെ കാര്യത്തെ പറ്റിയാണ് സംസാരിക്കുന്നത്. ഇപ്പോൾ ഒരു ഒബ്ജക്റ്റ് നേരെ സഞ്ചരിക്കുവാണെങ്കിൽ അതിന് എന്തൊക്കെ കാര്യങ്ങളുണ്ട്, വേറെ ഒരു കാര്യം ഒരു ബോഡി സ്ട്രെയിറ്റ് ലൈനിൽ സഞ്ചരിക്കുവാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളുണ്ടാകും എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് പഠിക്കാൻ പോകുന്നത്. 10 പോലെയല്ല, 9ാം ക്ലാസ്സിൽ നമ്മളിതെല്ലാം പഠിച്ചതാണ്. വെലോസിറ്റി, ഡിസ്പ്ലേസ്മെൻറ്റ്, അതേപോലെ തന്നെ അതൊക്കെയാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. പക്ഷേ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ്. ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ ഈ ചാപ്റ്റർ പഠിക്കാൻ കാരണം മെക്കാനിക്സ് എന്ന് പറയുന്ന ഫിസിക്സിൻ്റെ ഒരു ബ്രാഞ്ചാണ്. അപ്പോൾ മെക്കാനിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റഡി ഓഫ് ഒബ്ജക്ട്സ് അണ്ടർ മോഷൻ, അതാണ്. അപ്പോൾ നിങ്ങൾ ഒരു സബ് ഹെഡിങ് പോലെ എഴുതുക, മെക്കാനിക്സ്. നമ്മൾ മെക്കാനിക്സ് എന്ന് പറയുന്ന ഒരു ഫിസിക്സിൻ്റെ ബ്രാഞ്ചിലാണ് ഈ ചാപ്റ്റർ വരുന്നത്. അതുകൊണ്ട് തന്നെ ആ മെക്കാനിക്സ് എന്താണെന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. എഴുതുക. ഇറ്റ് ഈസ് എ ബ്രാഞ്ച് ഓഫ് ഫിസിക്സ് which deals with study of object under motion. Object under motion. അതായത് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒബ്ജക്റ്റ് which deals with the study of objects under motion. അതായത് മൂവ് ചെയ്യുന്ന ഒബ്ജക്റ്റുകളെ പറ്റി പഠിക്കുന്ന ഫിസിക്സിന്റെ ഒരു ബ്രാഞ്ചാണ് മെക്കാനിക്സ്. ഓക്കെ ആണല്ലോ. മെക്കാനിക്സിനെ വീണ്ടും 3ആയിട്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റും. സ്റ്റാറ്റിക്സ് ഉണ്ട്, ഡൈനാമിക്സ് ഉണ്ട്, കൈനമാറ്റിക്സ് ഉണ്ട്. സ്റ്റാറ്റിക്സ് എന്ന് പറയുമ്പോഴത്തേക്കും സ്റ്റഡി ഓഫ് മോഷൻ അറ്റ് റെസ്റ്റ് അല്ലെങ്കിൽ മോഷൻ ഓഫ് ഒബ്ജക്റ്റ് അറ്റ് റെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? റെസ്റ്റ് ഇരിക്കുമ്പോൾ അതിനുള്ള മോഷൻ അങ്ങനല്ല, സ്റ്റഡി ഓഫ് മോഷൻ ഓഫ് ഒബ്ജക്റ്റ് അറ്റ് റെസ്റ്റ് എന്നാണ്. അതെന്താ, അതെങ്ങനെ അങ്ങനെ വന്നെന്ന് ചോദിച്ചു. അപ്പം അങ്ങനെയൊക്കെയുള്ള കുറച്ച് കൺഫ്യൂസിങ് ആയിട്ടുള്ള കുറേ സാധനങ്ങളുണ്ട്. അതൊക്കെ പറയാം. ഞാൻ ഒരു കാര്യം ആദ്യം തന്നെ പറയാം. നിങ്ങൾ ചിന്തിക്കുന്ന സാധനമല്ല +1 +2 എന്നുള്ളത്. വളരെ പാടായിട്ടുള്ള സാധനം. അപ്പം ഞാൻ പറയുന്ന കാര്യങ്ങൾ കേട്ടോ. എന്നിട്ട് ഡൗട്ട് ഉള്ളത് എന്നോട് മാത്രം തന്നെ ചോദിച്ചാൽ മതി കേട്ടോ. നിന്നോട് പറഞ്ഞത്. ഓക്കെ. അപ്പം നോക്കിയോ, ഇവിടെ ശ്രദ്ധിച്ചോ. അപ്പം നമുക്ക് ഇതിനെ മെക്കാനിക്സിനെ നമുക്ക് 3ആയിട്ട് തിരിക്കാം. ഒന്ന് സ്റ്റാറ്റിക്സ്, 2 ഡൈനാമിക്സ്, അതേപോലെ തന്നെ എന്താണ് കൈനമാറ്റിക്സ്. ഓക്കെ. അതായത് മെക്കാനിക്സിനെ 3 ബ്രാഞ്ചായിട്ട് തിരിക്കുന്നു. ഒന്ന് സ്റ്റാറ്റിക്സ്, ഒന്ന് ഡൈനാമിക്സ്, ഒന്ന് കൈനമാറ്റിക്സ്. ഓക്കെ ആണല്ലോ. ഡെഫിനിഷൻ തൽക്കാലം വേണ്ട, ഇത് ഓർത്ത് വെച്ചാൽ മതി. അതായത് സ്റ്റാറ്റിക്സ്, ഡൈനാമിക്സ്, കൈനമാറ്റിക്സ് എന്താണെന്ന് ഞാൻ പറഞ്ഞു പോകാം. ഡെഫിനിഷൻ ഒന്നും പഠിക്കാനില്ല, പരീക്ഷയ്ക്ക് ചോദിക്കത്തുമില്ല. സ്റ്റാറ്റിക്സ് പറയുന്നത് റെസ്റ്റിലുള്ള ഒബ്ജക്റ്റുകളെ അല്ലെങ്കിൽ മോഷനിലുള്ള, അതായത് ഇപ്പോൾ ഒരു സ്റ്റഡി ഓഫ് മോഷൻ, അല്ലെങ്കിൽ അതും കൂടെ എഴുതിക്കും ഒരു ഹൈഫൻ ഇട്ടിട്ട്, സ്റ്റഡി ഓഫ് മോഷൻ ഓഫ് ഒബ്ജക്റ്റ് അറ്റ് റെസ്റ്റ്. അപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ ഉണ്ടാവാം. സ്റ്റഡി ഓഫ് മോഷൻ ഓഫ് ഒബ്ജക്റ്റ് അറ്റ് റെസ്റ്റ്, റെസ്റ്റിലിരിക്കുന്ന ഒബ്ജക്റ്റിന്റെ മോഷന്റെ പഠനത്തെ പറ്റിയാണ് അത് പറയുന്നതെന്ന് പറയുമ്പോൾ നമുക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും. അപ്പോൾ ഒന്നും ചെയ്യേണ്ട, നിങ്ങൾ ബസ്സിലിരിക്കുന്നു, ബസ് മൂവ് ചെയ്യുന്നു, നിങ്ങൾ റെസ്റ്റിലാണ്. അതൊരു എക്സാമ്പിളായിട്ട് എടുക്കാം. അപ്പോൾ അങ്ങനെയുള്ള കേസിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ബ്രാഞ്ചിനകത്ത് പഠിക്കുന്നത്. ഓക്കെ ആണല്ലോ. അപ്പം സ്റ്റഡി ഓഫ് മോഷൻ ഓഫ് ഒബ്ജക്റ്റ് അറ്റ് റെസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോഡി റെസ്റ്റിലാണ്, പക്ഷെ ആ ബോഡിയെ കൊണ്ട് വഹിക്കുന്ന സാധനം മോഷനിലായിരിക്കും. അപ്പോൾ ബസ്സിൽ നമ്മൾ ഇരുന്ന് യാത്ര ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്ക് ഇവിടെ എടുക്കാൻ പറ്റും. ഓക്കെ. ഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ? സ്റ്റഡി ഓഫ് മോഷൻ ഓഫ് ഒബ്ജക്റ്റ്
by considering the cause of motion, by considering the cause of motion, അതായത് നമ്മൾ ഇപ്പോൾ ഒരു ഉദാഹരണം പറയാണ്. നമ്മൾ ഈ നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്, മെക്കാനിക്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് പറഞ്ഞത്. മെക്കാനിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ബോഡിയുടെ മോഷനെ പറ്റി പഠിക്കുന്ന ഒരു ബ്രാഞ്ചാണ് മെക്കാനിക്സ്. അപ്പം മോഷൻ നമുക്ക് പല രീതിയിലുണ്ടാവാം ഇല്ലേ. അപ്പം അതുകൊണ്ട് തന്നെ മെക്കാനിക്സിനെ നമ്മൾ 3 ബ്രാഞ്ചായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, തിരിച്ചിരിക്കുകയാണ്. അതിലൊന്നാമത്തെ സ്റ്റാറ്റിക്സ്. സ്റ്റാറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താ, റെസ്റ്റിലിരിക്കുന്ന ഒബ്ജക്റ്റുകൾക്ക് മോഷൻ പലപ്പോഴും ഉണ്ടാകാറുണ്ട്. അതിനെപ്പറ്റിയുള്ള അതിൻ്റെ പഠനമാണ് എന്ത്, സ്റ്റാറ്റിക്സ്. അതേപോലെ തന്നെ ഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ, പ്യുവർലി സ്റ്റഡി ഓഫ് മോഷൻ ഓഫ് ഒബ്ജക്റ്റ് ആണ്. പക്ഷേ ആ മോഷൻ ഉണ്ടാക്കാൻ കാരണക്കാരനായ ആളിനെ കൂടെ അതിനകത്ത് പഠിക്കണം. ഇപ്പം ഞാൻ നിന്നെ തള്ളി, നിനക്ക് മോഷൻ ഉണ്ടായ സമയത്ത് ഞാൻ എൻ്റെ കാര്യങ്ങൾ കൂടെ പഠിക്കണം. ഞാൻ എത്ര ഫോഴ്സ് കൊടുത്ത് തള്ളിയപ്പോഴാണ് നീ മൂവ് ചെയ്തത്, ഞാനാണെങ്കിൽ എന്താണ്, എൻ്റെ കാര്യങ്ങളൂടെ അവിടെ പഠന വിധേയമാക്കണം. അതാണ് ഡൈനാമിക്സ്. ഓക്കെ. ഇനി കൈനമാറ്റിക്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാമോ, സ്റ്റഡി ഓഫ് മോഷൻ ഓഫ് ഒബ്ജക്റ്റ്. അതും സ്റ്റഡി ഓഫ് മോഷൻ ഓഫ് ഒബ്ജക്റ്റ് ആണ്. പക്ഷേ ഇവിടെ വിത്തൗട്ട് കൺസിഡറിങ് ദ കോസ് ഓഫ് മോഷൻ, വിത്തൗട്ട് കൺസിഡറിങ് the cause of motion. അതായത് ഇവിടെ നമ്മൾ എന്താ ചെയ്യുന്നത്, ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ നമ്മൾ ഒരു ബോഡിയിൽ മോഷൻ ഉണ്ടാക്കുന്നു. ആ ബോഡിയിൽ മോഷൻ ഉണ്ടാക്കാനായിട്ടുള്ള ഒരു കാരണക്കാരൻ കാണും. ആ കാരണക്കാരനെ പറ്റി നമുക്ക് പഠിക്കേണ്ട ആവശ്യമില്ല. ബാക്കിയുള്ള കാര്യങ്ങളെ പറ്റി പഠിക്കുന്ന ഒരു ബ്രാഞ്ചാണ് കൈനമാറ്റിക്സ് എന്ന് പറയുന്നത്. അപ്പം ഇത് ഇത്രയും നിങ്ങൾക്ക് പരീക്ഷയ്ക്കൊന്നും ചോദിക്കത്തില്ല. നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൻ്റെ ഒരു ബേസിക് ആയതുകൊണ്ട്, അല്ലെങ്കിൽ നമ്മൾ തുടങ്ങുന്ന ആയതുകൊണ്ട് നമ്മൾ ഇതൊക്കെ ഒന്ന് പറഞ്ഞതേ ഉള്ളൂ. അപ്പോൾ എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ ഇത് പഠിക്കണ്ട. ക്ലിയർ ആണല്ലോ? ഓക്കെ. എക്സാം പോയിന്റ് ഓഫ് വ്യൂവിൽ പഠിക്കേണ്ട സാധനങ്ങൾ ഇനിയും തരാൻ പോകുന്നതാണ്. ഫസ്റ്റ് മോഷൻ എന്ന് ഹെഡിങ് എഴുതിക്കോ. മോഷൻ എഴുതേണ്ടത്, എ ബോഡി ഈസ് സെഡ് ടു ബി in motion, a body is said to be in motion if it change its position with respect to its surrounding with the passage of time. ഇതൊന്നും കാണാതെ പഠിക്കേണ്ട. നിങ്ങൾക്ക് ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ നിങ്ങൾക്ക് തന്നെ എഴുതിയാൽ ഇതുപോലെ തന്നെ എഴുതണമെന്നൊന്നുമില്ല. എന്താണ് മോഷൻ എന്നൊന്നും ചോദിക്കത്തൊന്നുമില്ല. ഇതൊക്കെ ചെറിയ സാധനങ്ങൾ. ഇനി അങ്ങോട്ടേക്ക് ഡെറിവേഷൻസ് ഒക്കെ വരുന്നുണ്ട്. അതൊക്കെ വലിയ സാധനങ്ങൾ അതൊക്കെ ആയിരിക്കും ചോദിക്കുക. അപ്പോൾ മോഷൻ എന്ന് പറഞ്ഞാൽ എന്താ, ഇപ്പം ഞാൻ ഒരു ഉദാഹരണം പറയാം. ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് ഇരിക്കുന്നത്. ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ഒരു ക്ലാസ് റൂമിലാണ് ഞാൻ ഇരിക്കുന്നത്. അപ്പം എൻ്റെ സറൗണ്ടിങ് ഇതാണ് ഇല്ലേ. അതായത് ബെഞ്ച്, ചെയർ, അതേപോലെ തന്നെ എന്താണ് ഇതിന്റെ വി ബോർഡ് സറൗണ്ടിങ് ആയിട്ടുള്ള സംഭവങ്ങളാണ്. എന്നാൽ ഞാൻ എൻ്റെ ട്യൂഷൻ ഇപ്പം നമുക്ക് ഇന്ന് എനിക്ക് 12 മണി വരെ ട്യൂഷൻ ഉണ്ട്. ഈ 12 മണി കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യും, ഞാൻ പതുക്കെ എൻ്റെ വീട്ടിലോട്ട് പോകും ഇല്ലേ. വീട്ടിലോട്ട് പോയിട്ട് ഞാൻ എൻ്റെ നേരെ റൂമിലോട്ട് കയറി കിടന്ന് ഉറങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പം എന്താ ചെയ്യുന്നത്, അപ്പം എൻ്റെ സറൗണ്ടിങ് എന്താണ്, ഇപ്പോൾ കട്ടില്, അതേപോലെ മേശ, അതേപോലെ തന്നെ ഫാന്, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളായിരിക്കും. അപ്പം സമയം മാറുന്നതിനനുസരിച്ച് എൻ്റെ സറൗണ്ടിങ് മാറിയപ്പോൾ ഞാൻ എന്ന ബോഡി മോഷനിലാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ശരിയല്ലേ? അതിനെയാണ് മോഷൻ എന്ന് പറയുന്നത്. എ ബോഡി ഈസ് സെഡ് ടു ബി ഇൻ മോഷൻ ഇഫ് ഇറ്റ് ചേഞ്ചസ് ഇറ്റ്സ് പൊസിഷൻ വിത്ത് റെസ്പെക്ട് ടു ഇറ്റ്സ് സറൗണ്ടിങ് വിത്ത് ദ പാസേജ് ഓഫ് ടൈം. സമയം പോകുന്നതിനനുസരിച്ച് നമ്മുടെ സറൗണ്ടിങ് ചേഞ്ച് ആയിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഞാൻ മോഷനിലാന്ന് പറയാൻ പറ്റും. അത്രേ ഉള്ളൂ കാര്യം. ക്ലിയർ ആണോ? ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഇപ്പൊ ജോയിൻ ചെയ്ത ആരായിരുന്നു ലാസ്റ്റ്? ഇപ്പൊ ജോയിൻ ചെയ്ത് എടാ അദ്വൈതം, നിന്റെ ക്ലാസ് 8 മണിക്കാടാ. ഓക്കെ, നോക്കിക്കോളൂ. അടുത്തത് റെസ്റ്റ് എന്ന് എഴുതിക്കോ. എഴുതാം. എ ബോഡി ഈസ് സെഡ് ടു ബി അറ്റ് റെസ്റ്റ്.
rest if it does not change its position with respect to its surrounding with the passage of time. ഒരു എക്സാമ്പിൾ പറയാം. എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ ഇന്ന് രാത്രി 12 മണിയായപ്പം എൻ്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഞാൻ എൻ്റെ ഫോൺ ഇവിടെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ 12 മണിയായപ്പോഴും ഫോൺ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഇതെല്ലാം എടുത്ത് വെച്ചിരിക്കുന്ന സമയത്ത് എൻ്റെ ഫോൺ എന്ത് ചെയ്തു? ഞാൻ എടുക്കാൻ മറന്നുപോയി. അപ്പം ഫോണിൻ്റെ ബാക്ക്ഗ്രൗണ്ടൊക്കെ എന്താണ്? ഇപ്പോൾ സറൗണ്ടിങ് എന്താണ്? ഇതൊക്കെ തന്നെ ഇല്ലേ? നാളെ രാവിലെ വരുമ്പോഴും ഫോണിൻ്റെ സറൗണ്ടിങ് എന്തൊക്കെ തന്നെ ആയിരിക്കും? ഇത് ശരിയല്ലേ? അപ്പം ഞാൻ മറന്നു. അപ്പം അവിടെ എന്താണ്? ആ ഫോൺ എന്തിലാണ്? റെസ്റ്റിലാണെന്നാണ് നമുക്ക് പറയാൻ പറ്റും. അതായത് ടൈം പാസ് ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ സറൗണ്ടിങ്സ് ചേഞ്ച് ആവുന്നില്ല എന്നുണ്ടെങ്കിൽ ആ ബോഡി റെസ്റ്റിലാണെന്ന് നമുക്ക് പറയാൻ പറ്റും. ഇതാണ് റെസ്റ്റിൻ്റെയും മോഷൻ്റെയും ഏറ്റവും മനസ്സിലാക്കാൻ പറ്റുന്ന ഡെഫിനിഷൻ. ഓക്കെ ആണല്ലോ? എഴുതിയോ? എല്ലാവരും എഴുതിയോ? അനഘയ്ക്ക് മനസ്സിലാവുന്നുണ്ടോ? അനഘ യെസ് സർ. ഓക്കെ. അനുഷ്കയ്ക്ക് മനസ്സിലായി പറഞ്ഞ കാര്യങ്ങൾ? മനസ്സിലായി. അർജുന്? യെസ് സർ. ക്രിസിൻ എങ്ങനെയുണ്ട്? മനസ്സിലായി സർ. ഓക്കെ. ജ്യോതിസിന് എങ്ങനെയുണ്ട്? ജ്യോതിസെ മനസ്സിലാവുന്നുണ്ടോ കാര്യങ്ങൾ? നമ്മുടെ ഫസ്റ്റ് ക്ലാസ് ആയിരുന്നു. മനസ്സിലാവുന്നുണ്ട്, പക്ഷെ ഇച്ചിരി മലയാളം അറിയാത്തതുകൊണ്ട് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ. അപ്പം എന്താണ് മനസ്സിലാകാൻ ബുദ്ധിമുട്ടുള്ളതെന്ന് പറഞ്ഞാൽ എനിക്ക് എന്നോട് ചോദിച്ചാൽ മതി. അപ്പം അതിനനുസരിച്ച് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ശരി. അലനും മെൽവിനും പാർവണയ്ക്കും ഒക്കെ ആണോ? സൂര്യഗായത്രി ഒക്കെ ഓക്കെ സർ. നോക്കിക്കോളൂ. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ബോഡി ഇഫ് ബോഡി ഈസ് സെഡ് ടു ബി എ ട്രസ്റ്റ്, എന്താണ് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് അല്ലെ അതിൻ്റെ സറൗണ്ടിങ്സ് ഒന്നും എന്ത് ചെയ്യുന്നില്ല? ടൈം ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ചേഞ്ച് ചെയ്യുന്നില്ല എങ്കിൽ അതെന്തിലായിരിക്കും? ദ ബോഡി ഈസ് സെഡ് ടു ബി എ ട്രസ്റ്റ്. ആൻഡ് ഇഫ് ഇറ്റ് ചേഞ്ചസ് ഇറ്റ് സറൗണ്ടിങ് വിത്ത് റെസ്പെക്ട് ടു ടൈം വി ക്യാൻ സേ ദാറ്റ് ദ ബോഡി ഈസ് സെഡ് ടു ബി ഇൻ എന്താണ്? മോഷൻ. ഓക്കെ ആണല്ലോ? ഓക്കെ. ഇനി അടുത്തത് പോയിന്റ് ഒബ്ജക്റ്റ് എന്നൊരു ഹെഡിങ് എഴുതിക്കും. പോയിന്റ് ഒബ്ജക്റ്റ് എന്നൊരു ഹെഡിങ് എഴുതുക. പോയിന്റ് ഒബ്ജക്റ്റ്. if the distance traveled by an object is much greater than the size of object comma the size of object can be neglected. The size of object can be neglected. Neglected. അതായത് ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. നമ്മൾ ഒരു ഹെലിക്യാം അറിയാമോ എല്ലാവർക്കും? ജ്യോതിസ് എന്നോടൊന്ന് ഇന്ററാക്ട് ചെയ്യണേ. ജ്യോതിസ്. ഓക്കെ. ജ്യോതിസിന് അറിയാമല്ലോ ഹെലിക്യാം അറിയാമോ? ഡ്രോൺ അറിയാം അല്ലേ? അറിയാം. ഓക്കെ. അപ്പം ജ്യോതിസിന്റെ കയ്യിൽ ഒരു ഡ്രോൺ ഉണ്ട്. അപ്പം ജ്യോതിസിനെ തന്നെ ഫേസ് ചെയ്തിട്ടാണ് ജ്യോതിസിന്റെ ഡ്രോൺ ഇപ്പം നിൽക്കുന്നതെന്ന് വിചാരിക്കാം. ഓക്കെ. അപ്പോൾ ജ്യോതിസാണ് അതിനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പം ഇപ്പം ജ്യോതിസിന്റെ സ്ക്രീനിൽ കൃത്യമായിട്ട് ജ്യോതിസിനെ കംപ്ലീറ്റ് ആയിട്ട് കാണാം, ഒരു ഒബ്ജക്റ്റ് ആയിട്ട് കാണാൻ പറ്റും. ആണോ ജ്യോതിസ്? അടുത്ത് നിൽക്കുമ്പോൾ ജ്യോതിസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഒന്ന് മൈക്ക് അങ്ങ് ഓൺ ആക്കി കേട്ടോ. ജ്യോതിസിനോടാണ് ഞാൻ കംപ്ലീറ്റ് ചോദിക്കുന്നത്. എന്തിനാണെന്ന് അറിയാം? ജ്യോതിസിന്റെ ഫസ്റ്റ് ക്ലാസ് ആയതുകൊണ്ടും മനസ്സിലാക്കുക, അതായത് ഇംഗ്ലീഷ് വേണോ മലയാളം വേണോ എങ്ങനെ നമുക്ക് നോക്കാൻ വേണ്ടിയാണ്. ഓക്കെ. അപ്പം
ജ്യോതിസ് അതിനെ കൺട്രോൾ ചെയ്തിട്ട് ഒരു 50 മീറ്റർ മുകളിലോട്ട് കൊണ്ടുപോകാം. ഓക്കെ, അപ്പോൾ ജ്യോതിസിനെ ആ സ്ക്രീനകത്ത് കാണുന്നത് കുറയുമോ അതോ കൂടുമോ? മുകളിലോട്ട് പോകുമ്പോൾ ഇനി ജ്യോതിസിനെ ഒരു എന്താ ഞാൻ ആ ഹെലിക്യാം അഡ്ജസ്റ്റ് ചെയ്തിട്ട് ജ്യോതിസ് അതൊരു 500 മീറ്റർ ഹൈറ്റിൽ കൊണ്ടുപോകാം. അപ്പോൾ ജ്യോതിസിനെ അതിനകത്ത് കാണാൻ പറ്റും? ക്ലിയർ ആയിട്ട് കാണാൻ പറ്റത്തില്ല അല്ലേ? അപ്പം ഒരു വലിയ ഡിസ്റ്റൻസിലോട്ട് പോകുന്തോറും ജ്യോതിസ് എന്ന് പറയുന്ന ആ ഒരു വലിയ ഒബ്ജക്റ്റ് എന്തായിട്ട് മാറും? ഒരു പോയിന്റ്, ഒരു പൊട്ട് പോലെ ഒരു ഒബ്ജക്റ്റ് ആയിട്ട് മാറും. ശരിയല്ലേ? അപ്പോൾ ഇതിനെയാണ് പോയിന്റ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. നമ്മൾ വലിയ ഡിസ്റ്റൻസുകൾ കൺസിഡർ ചെയ്യുമ്പോൾ ചെറിയ ഒബ്ജക്റ്റുകളെയൊക്കെ നമ്മൾ എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുക? പോയിന്റ് ഒബ്ജക്റ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതായത് ഇപ്പോൾ ആനയ്ക്ക് വലിയ സൈസാണ്, ഹെലിക്യാമും കൊണ്ട് ഞാനൊരു 500 മീറ്റർ മുകളിലോട്ട് പോയിട്ട് ആനയെ ഫേസ് ചെയ്യുകയാണെങ്കിൽ ആന ഒരു പൊട്ടിരിക്കുന്ന പോലെ തോന്നുന്നു. അല്ലെങ്കിൽ ഒരു ഹെലികോപ്റ്ററിൽ നിന്ന് താഴോട്ട് നോക്കുന്ന സമയത്ത് ആൾക്കാരെ എല്ലാം ഒരു പൊട്ട് പോലെ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ ഇല്ലേ? അപ്പം ആ ഡിസ്റ്റൻസ് വലുതായിട്ട് നോക്കുന്തോറും ആൾക്കാരുടെ സൈസ് എന്ത് ചെയ്യും? വളരെ കുറവ്. അപ്പോൾ ആൾക്കാരെ നമ്മൾ എന്തായിട്ടാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ എന്തായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്? ഒരു പോയിന്റ് ഒബ്ജക്റ്റ് ആയിട്ട്, ഒരു പൊട്ട് പോലത്തെ ഒരു ഒബ്ജക്റ്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പം വലിയ ഡിസ്റ്റൻസ്, ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. ഞാൻ ഒരു 100 മീറ്റർ നീളമുള്ള ഒരു ഹൈവേ, 100 കിലോമീറ്റർ നീളമുള്ള ഹൈവേ ആണെന്ന് വിചാരിച്ചു. 100 കിലോമീറ്റർ നീളമുള്ള ഹൈവേ, അതിൽ എൻ്റെ ഒരു ലിമോസിൻ കാർ ഇറക്കിയിട്ടിരിക്കുകയാണ്. ലിമോസിൻ കാർ അറിയാലോ, വളരെ നീളമുള്ളൊരു കാറാണ്. അപ്പം 100 കിലോമീറ്ററിനെ വെച്ച് നോക്കുമ്പോൾ ഈ ലിമോസിൻ കാറിൻ്റെ ലെങ്ത് വല്ല ലെങ്താണോ? അല്ല. അപ്പോൾ ആ 100 കിലോമീറ്റർ വെച്ച് നോക്കുമ്പോൾ ഈ ലിമോസിൻ കാറിന് ചിലപ്പോൾ ഒരു 10 മീറ്റർ നീളം ഉണ്ടെന്ന് വെച്ചോ. അപ്പോൾ 100 കിലോമീറ്ററിനെ വെച്ച് നോക്കുമ്പോൾ ഈ 10 മീറ്റർ എന്ന് പറഞ്ഞാൽ എന്താ? വളരെ ചെറുതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ നമ്മൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യത്തില്ല, അതിൻ്റെ ഡിസ്റ്റൻസ് നമ്മൾ, അതിൻ്റെ ആ ഒരു ലെങ്ത് നമ്മൾ കൺസിഡർ ചെയ്യത്തില്ല. അതിനെ എന്തായിട്ട് എടുക്കത്തുള്ളൂ? ഒരു പോയിന്റ് ഒബ്ജക്റ്റ് ആയിട്ട് എടുക്കത്തുള്ളൂ. അതാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ബസ്സോ ലോറിയോ എനിക്ക് ഇഷ്ടമുള്ളതാക്കിക്കും. ക്ലിയർ ആണോ? ഈ പറഞ്ഞ കാര്യം ക്ലിയർ ആണോ? പോയിന്റ് ഒബ്ജക്റ്റ് എന്താണെന്ന് മനസ്സിലായോ ജ്യോതിസിന്? മനസ്സിലായി. ഓക്കെ ഫൈൻ. ഓക്കെ, ഇത് എഴുതിയെടുത്തോണം. ഇനി അടുത്തത് നോക്കിക്കോളൂ. അത് പോയിന്റ് ഒബ്ജക്റ്റ് വേണമെങ്കിൽ ഒന്ന് വരച്ചിട്ടേക്കണം കേട്ടോ, ഇങ്ങനെ. അതായത് ഒരു ജസ്റ്റ് ചുമ്മാ ഒരു വര വരയ്ക്കുക, എന്നിട്ട് അതിനകത്ത് ഒരു 100 കിലോമീറ്റർ എന്ന് കൊടുക്കുക. ജസ്റ്റ് ഒരു ലിമോസിൻ കാറോ അല്ലെങ്കിൽ ഒരു ലോറിയോ ജസ്റ്റ് ഇങ്ങനെ വരയ്ക്കുക. ഇതെന്താ? ഇതിപ്പോൾ എത്രയേ ഉള്ളൂ? 10 മീറ്ററേ ഉള്ളൂ. അപ്പം ഇതിപ്പോൾ എന്തായിട്ട് ട്രീറ്റ് ചെയ്യാം? ഇതൊരു പോയിന്റ് ഒബ്ജക്റ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യാം. പോയിന്റ് ഒബ്ജക്റ്റ് വേണമെങ്കിൽ വരച്ചിട്ടേക്കണം. ഇനി അടുത്ത ഹെഡിങ് എഴുതിക്കുക, 1 ഡയമെൻഷണൽ മോഷൻ. 1 ഡയമെൻഷണൽ മോഷൻ, 1D എന്ന് എഴുതാം അല്ലേ? 1D 2D 3D അല്ലേ? ഓക്കെ. 1 ഡയമെൻഷണൽ മോഷൻ എന്ന് പറഞ്ഞാൽ അതെന്താണെന്നറിയാമോ? നമ്മൾ 1 ഡയമെൻഷണൽ മോഷൻ ഒരു എക്സാമ്പിൾ പറയാമോ ആർക്കെങ്കിലും? 1 ഡയമെൻഷണൽ മോഷൻ ഒരു എക്സാമ്പിൾ പറയാമോ? 1 ഡയമെൻഷണൽ മോഷൻ ഒരു എക്സാമ്പിൾ പറയാമെങ്കിൽ നല്ലതായിരുന്നു. ആർക്കെങ്കിലും അറിയാമോ? അർജുൻ അറിയാമോ? അർജുനെ ഇല്ല. ശരിയാടാ, ഞാൻ ഇവിടെ പറഞ്ഞത്. ഓക്കെ, നോക്കിയോ, നമ്മൾ ഒരു ട്രെയിൻ റെയിൽവേ പാളത്തിൽ കൂടെ ഇങ്ങനെ പോവാം. അത് 1 ഡയമെൻഷണൽ മോഷൻ എക്സാമ്പിളാണ്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു ഡയമെൻഷനെ ചേഞ്ച് ചെയ്യുന്നുള്ളൂ. അതായത് അതിൻ്റെ ഇങ്ങനെ ഓരോ പൊസിഷൻ ചെയ്യുമ്പോൾ കോർഡിനേറ്റ്, നമ്മളിപ്പോൾ കോർഡിനേറ്റ് വരയ്ക്കുമ്പോൾ നമുക്ക് എന്താണ്? എക്സ് ആക്സിസും വൈ ആക്സിസും വരയ്ക്കും. നമ്മളിപ്പോൾ ഈ തവണ പഠിക്കാൻ പോകുന്നത് ഇസഡ് ആക്സിസും കൂടെ കാണും. നമ്മളിതുവരെ എക്സ് ആക്സിസും വൈ ആക്സിസും വെച്ചിട്ട് മാത്രമാണ് ഗ്രാഫ് വരച്ചത്. ഇനി ഇസഡ് ആക്സിസും കൂടെ കാണും. അപ്പം ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ട്രെയിനിൻ്റെ, ഇപ്പോൾ ഇതൊരു റെയിൽ പാളമാണെന്ന് വിചാരിച്ചു. റെയിൽ പാളത്തിൽ കൂടെ ട്രെയിൻ ഇങ്ങനെ പോവുകയാണെങ്കിൽ നോക്കിയേ, ഇങ്ങനെ ഒരൊറ്റ ഡയറക്ഷൻ മാത്രമേ ഉള്ളൂ. ശരിയല്ലേ? അതായത് അതിൻ്റെ പൊസിഷൻ കണ്ടോ, എക്സ് ആക്സിസിന് മാത്രമേ ചേഞ്ച് ഉണ്ടാകത്തുള്ളൂ. ഇപ്പോൾ ഈ ഒരു പോയിന്റ് നോക്കിയേ, ഈ പോയിന്റ് കോർഡിനേറ്റ് നോക്കി, ഇതിപ്പം 1 2 3 4 ആണെന്ന് വിചാരിച്ചു. ഇത് 1 2 3 ആണെന്ന് വിചാരിച്ചു. നോക്കിയേ, ട്രെയിൻ ഇപ്പോൾ ഇവിടെ, ഇതിൻ്റെ കോർഡിനേറ്റ് എന്താ? 1 1. ട്രെയിൻ ഇപ്പോൾ ഇവിടെ, ഇതിൻ്റെ കോർഡിനേറ്റ് എന്താ? 2 1. ട്രെയിൻ ഇപ്പോൾ ഇവിടെ, ഇതിൻ്റെ കോർഡിനേറ്റ് എന്താ? 3 1. ഈ ട്രെയിൻ ഇപ്പോൾ ഇവിടെ, ഇതിൻ്റെ കോർഡിനേറ്റ് എന്താ? 4 1. കണ്ടോ? അപ്പോൾ ഇതിൻ്റെ ഒറ്റ കോർഡിനേറ്റ് മാത്രമേ എന്ത് ചെയ്യുന്നുള്ളൂ?
ചേഞ്ച് ആകത്തുള്ളൂ. അപ്പം 1 ഡയമെൻഷണൽ മോഷൻ എപ്പോഴും ഒരു കോർഡിനേറ്റ് മാത്രമേ എന്താകത്തുള്ളൂ, ചേഞ്ച് ആകത്തുള്ളൂ. അതായത് ഏതൊരു ഒബ്ജക്റ്റ് സ്ട്രെയിറ്റ് ലൈൻ മോഷൻ എക്സിക്യൂട്ട് ചെയ്താലും അത് 1 ഡയമെൻഷണൽ മോഷൻ എക്സാമ്പിളാണ്. നമ്മൾ ഈ ചാപ്റ്ററിനകത്ത് പഠിക്കാൻ പോകുന്ന എല്ലാം 1 ഡയമെൻഷണൽ മോഷനെ പറ്റിയാണ്. സ്ട്രെയിറ്റ് ലൈന് മൂവ് ചെയ്യുന്നു, മോഷൻ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. ഓക്കെ ആണല്ലോ? ആയിട്ടില്ലെങ്കിൽ എന്നോട് ചോദിക്കുക, ഒന്നുകൂടെ പറഞ്ഞുതരാം, ഒരു പ്രശ്നവുമില്ല. അപ്പം ഇവിടെ ഒരു ഡോട്ട് ഇട്ടിട്ട് ചോദിച്ചോ. സാർ ഒന്നുകൂടെ പറയാമോ? ഓക്കെ, അതായത് നമ്മൾ 1 ഡയമെൻഷണൽ മോഷൻ എന്ന് പറഞ്ഞാൽ എന്താ? 1 ഡയമെൻഷൻ എന്ന് പറയുന്നത് കഴിഞ്ഞ ചാപ്റ്ററിനകത്ത് നമ്മൾ ഡയമെൻഷനെ പറ്റി പഠിച്ചായിരുന്നു. ഡയമെൻഷൻ എന്ന് പറയുമ്പം ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ്, ഇല്ലേ? ഇതൊക്കെയാണ് ഡയമെൻഷൻ, ഇല്ലേ? അപ്പം 1 ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ അതിനർത്ഥം ഒരു ഡയമെൻഷൻ മാത്രമേ ചേഞ്ച് ചെയ്യത്തുള്ളൂ ആ മോഷൻ്റെ. ഉദാഹരണം പറയാം. ഞാൻ ഇപ്പോൾ ഒരു എക്സ് ആക്സിസും വൈ ആക്സിസും വരയ്ക്കുകയാണ്. നോക്കിയോ, എക്സ് ആക്സിസും വൈ ആക്സിസും വരയ്ക്കുകയാണ്. ഓക്കെ, അപ്പം ഒരു ട്രെയിനിൻ്റെ പൊസിഷൻ ഞാൻ തന്നെ ഇപ്പോൾ ട്രെയിന് എക്സ് ആക്സിസിനെ വെച്ച് കൺസിഡർ ചെയ്യുമ്പോൾ 1-ലാണ് ഇരിക്കുന്നത്. 1, 2, 3 വരയ്ക്കുന്നു. ഇത് വൈ ആക്സിസ്. എക്സ് ആക്സിസ് ഇവിടെ 1, ഇവിടെ 2, ഇവിടെ 3. ട്രെയിൻ ഇപ്പോൾ ഇവിടെ ഇരിക്കുന്നത്. ഇതിൻ്റെ കോർഡിനേറ്റ് എന്താ? എക്സ് 0 ആണ്, വൈ 1 ആണ്. ട്രെയിൻ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും സ്ട്രെയിറ്റ് പോകുമ്പോൾ ട്രെയിൻ ഇവിടെ വന്നു. ഇപ്പോഴും 1, 1 വരും. ട്രെയിൻ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും ഇവിടെ വന്നു. എന്താ? 2, 1 വന്നു. ട്രെയിൻ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഇവിടെ വന്നു. ഇപ്പോൾ എന്താ? 3, 1 ആണോ? അപ്പം ഇവിടെ ഒറ്റ കോർഡിനേറ്റ് അല്ലേ ചേഞ്ച് ചെയ്തുള്ളൂ, മറ്റേ കോർഡിനേറ്റ് എന്താ? സെയിമാ. അതായത് ട്രെയിനിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്തപ്പോൾ ഒറ്റ കോർഡിനേറ്റ് മാത്രമേ ചേഞ്ച് ചെയ്തുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് 1 ഡയമെൻഷനിലുള്ള മോഷനായിരിക്കും, വേറെ ഡയമെൻഷനിലോട്ട് വരുന്നില്ല. നേരെ മറിച്ച് ഇങ്ങനെ ആയിരുന്നെങ്കിലോ, ഇങ്ങനെ പോവുമായിരുന്നെങ്കിലോ, ഓരോ പോയിന്റിലും എക്സും വൈയും എല്ലാം എന്ത് ചെയ്തേനെ? ചേഞ്ച് ചെയ്തേനെ. അപ്പം അങ്ങനെയാണെങ്കിൽ അത് 2 ഡയമെൻഷണൽ മോഷന് എക്സാമ്പിളായിട്ട് നമുക്ക് എടുക്കാം. അത് നമുക്കൊണ്ട് പഠിക്കാനുണ്ട്. അപ്പം ഇവിടെ എഴുതുക, ഒരു ഡോട്ട് ഇട്ടിട്ട് എഴുതുക, ഒരു ഡോട്ട് ഇട്ടിട്ട് എഴുതുക. നോക്കിക്കോളൂ, ഒരു ഡോട്ട് ഇട്ടിട്ട് എഴുതുക. മോഷൻ ഓഫ് എ പാർട്ടിക്കിൾ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. മോഷൻ ഓഫ് എ പാർട്ടിക്കിൾ ഇൻ എ സ്ട്രെയിറ്റ് ലൈൻ. സ്ട്രെയിറ്റ് ലൈന് മൂവ് ചെയ്യുവാണെങ്കിൽ, സ്ട്രെയിറ്റ് ലൈൻ മൂവ് ചെയ്യുകയാണെങ്കിൽ അതെന്താണ്? 1 ഡയമെൻഷണൽ മോഷൻ എക്സാമ്പിളാണ്. പിന്നെ അതേപോലെ തന്നെ ഇൻ ദിസ് മോഷൻ only 1 coordinate of particle changes. In this motion only 1 coordinate of object changes with time. എക്സാമ്പിൾ എന്തെടുക്കാം? എക്സാമ്പിൾ എന്താ? ട്രെയിൻ മൂവിങ് ഇൻ എ റെയിൽവേ ട്രാക്ക്. ട്രെയിൻ മൂവിങ് ഇൻ എ റെയിൽവേ ട്രാക്ക്. ഇൻ എ ട്രാക്ക് എന്ന് എഴുതിയാൽ മതി. ഇൻ എ ട്രാക്ക് മതി. സ്ട്രെയിറ്റ് റോഡിൽ കൂടെ പോകുന്ന വണ്ടി ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് എന്താണ്? 1 ഡയമെൻഷണൽ മോഷനാണ്. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. രണ്ടാമത്തേത് 2 ഡയമെൻഷണൽ മോഷൻ. 2 ഡയമെൻഷണൽ മോഷൻ എന്ന് ഹെഡിങ് എഴുതുക. 2 ഡയമെൻഷണൽ മോഷൻ. അതായത് ഒരു പ്ലെയിനിൽ മൂവ് ചെയ്യുന്ന പറഞ്ഞാൽ ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. നിങ്ങളുടെ ബുക്ക് നിങ്ങളിപ്പോൾ ബുക്കിനകത്താണല്ലോ എഴുതിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ബുക്കിനകത്ത് നിങ്ങൾ പേനയും കൊണ്ട് കുത്തി വരയ്ക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു 2 ഡയമെൻഷണൽ മോഷനാണ്. അല്ല, നിങ്ങൾ നോക്കിയാൽ മതി, ഇല്ലേ? അതായത് നിങ്ങൾക്ക് എങ്ങനെയൊക്കെ കുത്തി വരയ്ക്കാം? അതായത് നിങ്ങളുടെ പേപ്പർ ഇങ്ങനെ ഞാൻ 3 ഡയമെൻഷനിലായിട്ട് ഒന്ന് വരച്ച് കാണിക്കാമേ. ഇത് നിങ്ങളുടെ പേപ്പറാണെന്ന് വിചാരിച്ചോ. നിങ്ങളുടെ പേപ്പറാണ്. ഈ പേപ്പർ നിങ്ങൾക്ക് എങ്ങനെ കുത്തി വരയ്ക്കാം? ഈ ഡയറക്ഷനിലോട്ട് കുത്തി വരയ്ക്കാം, ഈ ഡയറക്ഷനിലോട്ട് കുത്തി വരയ്ക്കാം. അതല്ലേ പറ്റത്തുള്ളൂ. ഇതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനും കുഴപ്പമില്ല. അത് പോസിറ്റീവ് എക്സ് ആക്സിസും നെഗറ്റീവ് എക്സ് ആക്സിസും. ഇത് പോസിറ്റീവ് വൈ ആക്സിസും നെഗറ്റീവ് വൈ ആക്സിസും. അപ്പോൾ ഈ 2 ഡയമെൻഷൻ മാത്രമേ പറ്റത്തുള്ളൂ. എങ്ങനെ? അപ്പോഴും അത് ഒരൊറ്റ പ്ലെയിനിലല്ലേ. മുകളിലോട്ട് വരയ്ക്കാൻ പറ്റുമോ? പേപ്പറിന് മുകളിലോട്ട് വരുമ്പോഴല്ലേ മൂന്നാമത്തെ ഒരു ഡയമെൻഷൻ ആവുന്നത്. നിങ്ങൾ 3D ഇമേജസ് കണ്ടിട്ടില്ലേ? മനസ്സിലായോ? അപ്പം നമുക്ക് അതായത് 2 ഡയമെൻഷനിലോ നിങ്ങൾക്ക് ആകെ വരയ്ക്കാൻ പറ്റുന്ന എന്താ? ഇപ്പം ഈ അറ്റം നോക്കിയേ. ഈ അറ്റം നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ നിന്ന് ഇങ്ങോട്ടും
ഇവിടെ നിന്ന് ഇങ്ങോട്ടും ഈ ഒരു ഇതല്ലേ പറ്റത്തുള്ളൂ ഇല്ലേ? ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോയാലും ആ 2 ഡയമെൻഷൻ തന്നെയല്ലേ മാറുന്നുള്ളൂ. എൻ്റെ ഇവിടെ എക്സ് ആക്സിസ്, ഇത് വൈ ആക്സിസ് ആണ്, ഇത് എക്സ് ആക്സിസ് ആണെങ്കിൽ കണ്ടോ, ഇത് എക്സും വൈയും കോർഡിനേറ്റ് മാത്രമേ ചേഞ്ച് ചെയ്യുന്നുള്ളൂ. ഇസഡ് കോർഡിനേറ്റ് ഇവിടെ നിന്ന് തന്നെ ഇങ്ങോട്ടാണ്, അതിന് ചേഞ്ച് ഉണ്ടാകുന്നില്ല. നമുക്ക് ഒത്തിരി എക്സാമ്പിൾ എടുക്കാം. ആറ്റിലൂടെ തുഴയുന്ന വള്ളം 2 ഡയമെൻഷണൽ മോഷനാണ്. ഒറ്റ പ്ലെയിനിലല്ലേ തുഴയാൻ പറ്റത്തുള്ളൂ. ആകാശത്തോട് തുഴയാൻ പറ്റുമോ? ഇല്ല. കടലിൽ പോകുന്ന ഷിപ്പ് 2 ഡയമെൻഷണൽ മോഷനാണ്. റോട്ടിൽ കൂടെ ഓടിക്കുന്ന വണ്ടി ഇപ്പം നീ ഒരു ഗ്രൗണ്ടിലിട്ട് വണ്ടി ഓടിക്കുകയാണെങ്കിൽ 2 ഡയമെൻഷനിലാണ്. കാരണം എന്താ? പ്ലെയിൻ സർഫസ് ആണ്. നീ ഗ്രൗണ്ടിലിട്ട് വണ്ടി ഇങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ എന്താണ് ഗ്ലൈഡ് ഒക്കെ ചെയ്ത് ഓടിക്കുകയാണ്, അതെല്ലാം എന്താ 2 ഡയമെൻഷണൽ മോഷൻ എക്സാമ്പിളാണ്. പക്ഷെ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ കൂടെ വണ്ടി നീ ഓടിച്ചു കഴിഞ്ഞാൽ അത് 1 ഡയമെൻഷണൽ മോഷൻ എക്സാമ്പിളാണ്. മനസ്സിലായോ? ഓക്കെ, ഇത് ഓർത്തോണം. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. നിങ്ങളുടെ ബ്രെയിന് 10ാം ക്ലാസ്സിൻ്റെ ആ ഒരു ലെവലിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. അപ്പോൾ അതിനെ നമുക്ക് പെതുക്കെ മാത്രമേ സമയമെടുക്കും. കുറച്ച് മാറ്റി നിങ്ങൾ 10ാം ക്ലാസ്സിൽ നിങ്ങൾ എത്ര എഫേർട്ട് എടുത്തോ അതിൻ്റെ ഒരു 10 ഇരട്ടി എഫേർട്ട് എടുത്താലേ നിങ്ങൾക്ക് +1 എന്ന് പറഞ്ഞ കടമ്പ കടക്കാൻ പറ്റത്തുള്ളൂ. അതിൻ്റെ ഒരു 20 ഇരട്ടി ഇതെടുത്താലേ +2 എന്ന് പറയുന്ന കടമ്പ കടക്കാൻ പറ്റത്തുള്ളൂ. അപ്പം നിങ്ങൾ മനസ്സിലാകാതെ, എനിക്കിത് വ്യക്തമായിട്ട് ഇതിൻ്റെ എല്ലാ ടോപ്പിക്കും നിങ്ങൾക്ക് ഏതൊക്കെ എക്സാമ്പിൾ ചോദിച്ചാലും എനിക്ക് പറഞ്ഞു തരാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ നിങ്ങൾ ക്ലിയർ ആയിട്ട് അത് ചോദിച്ച് മനസ്സിലാക്കുക അറിയാത്തത്. ഓക്കെ ആണല്ലോ? എന്നിട്ട് ഇവിടെ ഡോട്ട് ഇട്ടിട്ട് എഴുതുക. മോഷൻ ഓഫ് പാർട്ടിക്കിൾ in a plane, motion of particle in a plane. In this motion, two of the coordinate of object changes with respect to time. Changes with respect to time. എക്സാമ്പിൾ നമുക്ക് എഴുതാം. സെയിലിംഗ് ഓഫ് ബോട്ട് ഇൻ എ ലേക്ക്. സെയിലിംഗ് ഓഫ് ബോട്ട് ഇൻ എ ലേക്ക്. അടുത്തത് 3 ഡയമെൻഷണൽ മോഷൻ. പേപ്പറിൽ നീ ഒരു ലൈനിൽ എഴുതുവാണെങ്കിൽ അത് 1 ഡയമെൻഷണൽ മോഷൻ എക്സാമ്പിൾ. അത് എഴുതുന്ന പോലെ ഇരിക്കും. നീ കുത്തി വരയ്ക്കുവാണെങ്കിൽ അത് പ്ലെയിനാണ്. നീ എഴുതുമ്പോഴത്തേക്ക് നീ ഒരു ലൈൻ അങ്ങോട്ടല്ലേ എഴുതുന്നത്, അപ്പോൾ അത് സ്ട്രെയിറ്റ് ലൈൻ മോഷൻ എക്സാമ്പിൾ. അതുകൊണ്ടാണ് വ്യക്തമായിട്ട് ഞാൻ പറഞ്ഞത് കുത്തി വരയ്ക്കുമ്പോഴെന്ന്. ഇപ്പം ഞാൻ എഴുതുന്നത് നോക്കിയേ, ഞാനിപ്പോൾ ഇതൊരു പേജാണെന്ന് വിചാരിച്ചോ. ഈ പേജിൻ്റെ ഒരു ലൈനാണിത്. ഈ ലൈനെ ഞാൻ വരയ്ക്കുക, ഇതൊരു സ്ട്രെയിറ്റ് ലൈൻ മോഷനാണ്. ഒരു ഡയമെൻഷനെ ചേഞ്ച് ചെയ്യുന്നുള്ളൂ. മനസ്സിലായോ? നേരെ മറിച്ച് ഇതിനകത്ത് ഞാൻ ഇങ്ങനെ കുത്തി വരയ്ക്കുവാണെങ്കിൽ എന്താ, ഇവിടെ 2 ഡയമെൻഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്. മനസ്സിലായോ? അതാണ് എൻ്റെ കാര്യം. ഓക്കെ, അപ്പോൾ സെയിലിംഗ് ഓഫ് ബോട്ടിനെ ലേക്ക്. മൂന്നാമത്തെ ഹെഡിങ് എഴുതുക, 3 ഡയമെൻഷണൽ മോഷൻ. 3 ഡയമെൻഷണൽ മോഷൻ. 3 ഡയമെൻഷണൽ മോഷൻ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? 3 ആക്സിസിലും ചേഞ്ച് ഉണ്ടാവും. എന്തുവാ? ഒരു എക്സാമ്പിൾ പറയാമോ? മോഷൻ ആവേണ്ടത്. പ്ലെയിൻ. വെരി ഗുഡ്. പ്ലെയിനോ അല്ലെങ്കിൽ ഒരു പരുന്ത് പറക്കുന്നതോ അല്ലെങ്കിൽ ഒരു കാക്ക പറക്കുന്നതോ ഒക്കെ എന്താണ് 3 ഡയമെൻഷണൽ മോഷൻ എക്സാമ്പിളാണ്. കാരണം എന്താ, അവർക്ക് ഇത് നോക്കിയേ, നമ്മൾ 3 ഡയമെൻഷണൽ ആക്സിസ് വരയ്ക്കുന്നത് ഇങ്ങനെയാണ്. നോക്കിക്കോണം, ഇത് എക്സ് ആക്സിസ്, ഇത് ഇവിടെ നിന്ന് അതിൻ്റെ നെഗറ്റീവ് എക്സ് ആക്സിസ് ആണ്. ഇത് ഞാൻ കൃത്യമായിട്ട് തന്നെ ഒന്ന് വരയ്ക്കാമേ, ഒരു സ്ട്രെയിറ്റ് ലൈനായിട്ട് തന്നെ വരയ്ക്കാം. നോക്കിയോ, ഇത് എക്സ് ആക്സിസ്, ഇത് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള അതിൻ്റെ നെഗറ്റീവ് എക്സ് ആക്സിസ് ആണ്. ഓക്കെ ആണല്ലോ? ഇത് അതിൻ്റെ നെഗറ്റീവ് എക്സ് ആക്സിസ്. ഇത് വൈ ആക്സിസ്, ഇതുണ്ട് ഇവിടെ നിന്ന് വൈ ആക്സിസ്, ഇത് ഇങ്ങോട്ട് വൈ ആക്സിസ്. ഇത് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള നെഗറ്റീവ് വൈ ആക്സിസ് ആണല്ലോ അല്ലേ? ഇനിയും ഇസഡ് ആക്സിസ് ഉണ്ട്. ഇസഡ് ആക്സിസ് എങ്ങോട്ടാണെന്ന് അറിയാമോ? ഇസഡ് ആക്സിസ് തന്നെ നോക്കിക്കോളൂ. ഇസഡ് ആക്സിസ് ഇവിടെ നിന്ന് ഇങ്ങോട്ട്
ഇവിടെ ഒന്ന് തന്നെ ഇങ്ങോട്ട്, ഇവിടെ ഒന്ന് തന്നെ ഇങ്ങോട്ട്. നെഗറ്റീവ് ഇസഡ് ആക്സിസ് എന്ന് പറയുമ്പോഴത്തേക്ക് എന്താ, ഇതിനപ്പുറത്തോട്ട്. ഏതാടാ ഇതോ എങ്ങനെ, ഇങ്ങനെയോ? എന്തിനാ അങ്ങനെ? നീ കോർണർ നോക്കിയേ, എല്ലാവരും നിങ്ങളിപ്പോൾ ഇരിക്കുന്ന റൂമിൻ്റെ കോർണർ നോക്കിയേ. കോർണറിൻ്റെ താഴോട്ട് വരുന്ന ഒരു ഭാഗത്തെ എക്സ് ആക്സിസ് ആയിട്ടും സൈഡിലോട്ട് വരുന്നതിന് വൈ ആക്സിസ് ആയിട്ടും ഇപ്പുറത്തന്നെ ഇസഡ് ആക്സിസ് ആയിട്ടും കൺസിഡർ ചെയ്തോ. ഇതാണ്ട് ഇതാണ് നിങ്ങളുടെ റൂമിൻ്റെ ഏറ്റവും മുകളിലത്തെ ടോപ്പ് കോർണർ. തന്നെ ഇങ്ങനെ ആയിരിക്കും ഇരിക്കുന്നത്, ഇങ്ങനെ ആയിരിക്കും ഇരിക്കുന്നത്. അതുകൊണ്ട് ഈ കോർണർ തന്നെ ഇങ്ങനെ ആയിരിക്കും ഇരിക്കുന്നത്, അല്ലേ? ഇതിൽ ഒരെണ്ണം എക്സ് ആക്സിസ്, ഒരെണ്ണം വൈ ആക്സിസ്, ഒരെണ്ണം ഇസഡ് ആക്സിസ് എടുക്കുകയാണെങ്കിൽ അതിന് ഓപ്പോസിറ്റ് ഉള്ള എന്തായിട്ട് എടുക്കുക? നെഗറ്റീവ് എക്സ് ആക്സിസ് ആയിട്ടും നെഗറ്റീവ് വൈ ആക്സിസ് ആയിട്ടും നെഗറ്റീവ് ഇസഡ് ആക്സിസ് ആയിട്ടും എടുക്കുക. ഓക്കെ, ഇതിപ്പം നെഗറ്റീവ് ഇസഡ് ആക്സിസ് എന്ന് പറയുന്നത് ഇതാണ് ഇങ്ങനെ. അപ്പം 3 ഡയറക്ഷനിൽ മൂവ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ, അതായത് ഇങ്ങനെ 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 മൂവ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അതെന്താ? അപ്പോൾ ഇതിന് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ മൂവ് ചെയ്യാൻ പറ്റും. ഇപ്പം ഇങ്ങനെ മൂവ് ചെയ്യാൻ പറ്റുന്നുള്ള ഒരാൾക്ക് ഇങ്ങനെ മൂവ് ചെയ്യാൻ പറ്റും, ഇങ്ങനെ മൂവ് ചെയ്യാൻ പറ്റുന്ന ഒരാൾക്ക് ഇങ്ങനെ മൂവ് ചെയ്യാൻ പറ്റും, ഇങ്ങനെ മൂവ് ചെയ്യാൻ പറ്റുന്ന ഒരാൾക്ക് ഇങ്ങനെ മൂവ് ചെയ്യാൻ പറ്റും. പക്ഷെ നേരത്തെ അങ്ങനെ പറ്റത്തില്ലായിരുന്നു. എന്താ? നേരത്തെ സെയിൽ ചെയ്യുന്ന സമയത്ത് നോക്കിയാൽ ഒരു ബോട്ടിന് സെയിൽ ചെയ്യാൻ പറ്റുന്ന സമയത്ത് ഇങ്ങനെ മൂവ് ചെയ്യാം, ഇങ്ങനെ മൂവ് ചെയ്യാം, പക്ഷെ നേരെ മറിച്ച് ഇങ്ങനെ മൂവ് ചെയ്യാൻ പറ്റത്തില്ല. മനസ്സിലായോ? പക്ഷേ ഒരു പറവയെ സംബന്ധിച്ചിടത്തോളം പറവയ്ക്ക് ഇങ്ങനെ മൂവ് ചെയ്യാം, ഇനി മുകളിലോട്ട് ഇങ്ങനെ മൂവ് ചെയ്യാം, ഈ ഡയറക്ഷനിൽ മൂവ് ചെയ്യാം. അപ്പോൾ ഈ ഒരു പ്ലെയിനിൽ മൂവ് ചെയ്യാം, ഈ പ്ലെയിനിൽ മുകളിലോട്ട് മൂവ് ചെയ്യാം. അതാണ് 3 ഡയമെൻഷണൽ മോഷൻ. നമ്മൾ 3D ഒബ്ജക്റ്റ് ആണെന്നല്ല പറയുന്നത്, അതിൻ്റെ മോഷനെ പറ്റിയാണ് നമ്മളിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് തന്നെ പറയണം. ഓക്കെ ആണല്ലോ? അപ്പോൾ നമ്മൾ ഈ കാണുന്ന ഒബ്ജക്റ്റുകളെല്ലാം എന്താ? 3D ഒബ്ജക്റ്റുകളാണ്, ഇല്ലേ? ഇപ്പം ഞാൻ നിങ്ങളെ കാണുന്നതും ഞാൻ ഈ കമ്പ്യൂട്ടർ കാണുന്നതും ഞാൻ എൻ്റെ ഫ്രണ്ടിൽ ഇരിക്കുന്ന എല്ലാ ഒബ്ജക്റ്റും കാണുന്നതും എല്ലാം 3D ആയിട്ടാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, അപ്പം അത് ഞാൻ ഇത് മനസ്സിലാകാൻ വേണ്ടിയാണ് ഈ ഇത്രയും പടങ്ങൾ വരച്ചത്. നിങ്ങൾ ഈ പടങ്ങളൊന്നും വരയ്ക്കേണ്ട, ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഇതൊന്നും പരീക്ഷയ്ക്ക് ചോദിക്കാൻ പോകുന്നില്ല. പക്ഷേ ഇതറിയാതെ ഇതിനകത്തെ ക്വസ്റ്റ്യൻസ് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇതെല്ലാം പഠിപ്പിക്കുന്നത്. അപ്പം നമുക്ക് കൊടുക്കാം മോഷൻ ഓഫ് ഒബ്ജക്റ്റ് ഇൻ സ്പേസ്. മോഷൻ ഓഫ് ഒബ്ജക്റ്റ് ഇൻ സ്പേസ്. സ്പേസിലുള്ള ഒബ്ജക്റ്റുകളുടെ മോഷനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? 3 ഡയമെൻഷണൽ മോഷനായിട്ട് സങ്കല്പിക്കുന്നത്. ഓക്കെ, ഇനി ഇൻ ദിസ് മോഷൻ all the coordinate of object changes with respect to time. എക്സാമ്പിൾ നമുക്ക് എന്താ എഴുതാം? എക്സാമ്പിൾ എ ബേർഡ് ഫ്ലൈയിങ് ഇൻ എയർ. എ ബേർഡ് ഫ്ലൈയിങ് ഇൻ എയർ.
ഓക്കെ, അടുത്തത് ഡിസ്റ്റൻസ് എന്ന് എഴുതിക്കോ. ഹെഡിങ് ഡിസ്റ്റൻസ്. നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ ഉള്ളിലോട്ട് കയറാൻ പോവാണ്. ഡിസ്റ്റൻസ് എന്ന് എഴുതിക്കോ. ഡിസ്റ്റൻസ്. ഡിസ്റ്റൻസ് it is the length of path traveled by an object. It is a scalar quantity എഴുതുക. അതേപോലെ തന്നെ ഓരോ ഡോട്ട് ഇട്ട് എഴുതിയേക്കണേ. അതായത് ഇറ്റ് ഈസ് എ ലെങ്ത് ഓഫ് പാത്ത് ട്രാവൽഡ് ബൈ ആൻ ഒബ്ജെക്ട്, ഇറ്റ് ഈസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി. അതേപോലെ തന്നെ ഇറ്റ് ഈസ് ഓൾവേസ് പോസിറ്റീവ്. ഇറ്റ് ഈസ് ഓൾവേസ് പോസിറ്റീവ്. അതിൻ്റെ യൂണിറ്റ് ഇറ്റ്സ് SI യൂണിറ്റ് ഈസ് മീറ്റർ. ഓക്കെ, ഇനി നോക്കിയോ ഡിസ്റ്റൻസ് എന്താണെന്ന്. ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. എ എന്ന് പറയുന്ന പോയിന്റ് നിങ്ങൾ വേണേൽ വരച്ചിട്ടേക്കണം. എ എന്ന് പറയുന്ന പോയിന്റ് ബി എന്ന് പറയുന്ന പോയിന്റിലേക്ക് എനിക്ക് ട്രാവൽ ചെയ്യണം. അതായത് ഇത് കോഴഞ്ചേരിയാണെന്ന് വിചാരിച്ചു. ഇത് അല്ല എവിടെ ഇത് തിരുവനന്തപുരമാണോ തിരുവല്ലയാണോ എല്ലാം വിചാരിച്ചു. ഓക്കെ, അപ്പം എനിക്ക് അല്ലേ പോട്ടെ, ഞാൻ ഇന്ത്യയുടെ അങ്ങേയറ്റം ഇതിപ്പം നമ്മുടെ എന്താണ് കോഴഞ്ചേരിയാണെന്ന് വിചാരിച്ചു. ഇത് കാശ്മീറാണെന്ന് വിചാരിച്ചു. ഓക്കെ, അപ്പോൾ എനിക്ക് കോഴഞ്ചേരിയിൽ നിന്ന് കാശ്മീർ വരെ എങ്ങനെ പോകാം? എനിക്ക് ഏറ്റവും ഞാൻ ആദ്യം നോക്കുമ്പോൾ ഗൂഗിൾ മാപ്പ് വെച്ച് നോക്കുമ്പോൾ എനിക്ക് അതിനകത്ത് ഏറ്റവും എന്താണ് ലാഭകരമായിട്ടുള്ള വഴിയാണ് ഗൂഗിൾ മാപ്പ് കാണിച്ചു തരുന്നത്. അപ്പോൾ അത് സ്ട്രെയിറ്റ് ആയിരിക്കും. നോക്കിയോ, കണ്ടോ, ഇത് സ്ട്രെയിറ്റ് ആയിരിക്കും. ഓക്കെ, അത് ചിലപ്പം ഒരു 2200 കിലോമീറ്റർ ആണെന്ന് വിചാരിച്ചു. 2200 കിലോമീറ്റർ. ഓക്കെ, എനിക്ക് ഈ എയിൽ നിന്ന് ബിയിലോട്ട് ഈ വഴി മാത്രമല്ല പോകുന്നത്. എനിക്ക് ഇപ്പോൾ എനിക്ക് ഗോവയൊക്കെ ടച്ച് ചെയ്ത്, ഗുജറാത്ത് ടച്ച് ചെയ്ത്, പഞ്ചാബ് ടച്ച് ചെയ്ത്, ഹരിയാന ടച്ച് ചെയ്തിട്ട് വേണം എനിക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ്. എന്നിട്ട് ഹരിയാന ടച്ച് ചെയ്ത്, ഹിമാചൽ ടച്ച് ചെയ്ത് അങ്ങനെ പോവുകയാണെങ്കിൽ വേണ്ട ഇങ്ങനെ വന്ന് പോകുമ്പോൾ എനിക്ക് ഇവിടെ ഒരു 3500 കിലോമീറ്റർ വരുമെന്ന് വിചാരിച്ചു. 3500 കിലോമീറ്റർ. എനിക്കിനി അതല്ല, എനിക്ക് ഹൈദരാബാദ് കണക്ട് ചെയ്ത് പുരി ഒറീസ കണക്ട് ചെയ്തിട്ട് എനിക്ക് ബീഹാർ ജാർഖണ്ഡ് വഴി എന്താണ് ആസാം വഴി അങ്ങനെ വന്ന് ഉത്തരാഖണ്ഡ് വഴി അങ്ങനെ വന്ന് കാശ്മീരിലോട്ട് പോകാനാണെങ്കിൽ തന്നെ ഇങ്ങനെ വരേണ്ടി വരും ഇല്ലേ? അതായത് നമ്മൾ കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിൽ പോയി, ഹൈദരാബാദിൽ പോയി, ഒറീസയിൽ പോയി, ജാർഖണ്ഡ് പോയി, ആസാമിൽ പോയി, ഉത്തരാഖണ്ഡ് പോയി, നേരെ കാശ്മീരിൽ പോയി. അപ്പോൾ അത് പറയുമ്പോഴത്തേക്ക് ഒരു 5000 കിലോമീറ്റർ വരുമായിരിക്കും എന്ന് വിചാരിച്ചു. 5000 കിലോമീറ്റർ. ഇതെല്ലാം ഡിസ്റ്റൻസാണ്. എന്താ ഒരു ഒബ്ജക്റ്റ് ഞാൻ എന്ന ഒബ്ജക്റ്റ് ട്രാവൽ ചെയ്യാൻ പറ്റുന്ന ഡിസ്റ്റൻസ്, ലെങ്ത് ഓഫ് പാത്ത് ട്രാവൽഡ് ബൈ ഒബ്ജക്റ്റ്. ഞാൻ ഈ വഴി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 3500 കിലോമീറ്റർ, ഈ വഴി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 5000 കിലോമീറ്റർ, ഈ വഴി പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ 2000 കിലോമീറ്റർ ആയിരിക്കും. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇതെല്ലാം ഡിസ്റ്റൻസാണ്. ഈ 3500 കിലോമീറ്റർ ഡിസ്റ്റൻസാണ്, 2200 കിലോമീറ്റർ ഡിസ്റ്റൻസാണ്, 5000 കിലോമീറ്റർ ഡിസ്റ്റൻസാണ്. അപ്പം ടോട്ടൽ ലെങ്ത് ഓഫ് പാത്ത് ട്രാവൽഡ് ബൈ ആൻ ഒബ്ജക്റ്റ് ആണ് എന്ത് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? ഇനി അടുത്തത് അടുത്തത് പറയാം. അടുത്തത് നോക്കിക്കോളൂ. സ്പീഡ്. ഇനി വേറൊരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയി. ഇതൊരു സ്കെയിലാർ ക്വാണ്ടിറ്റി. അതായത് ഫിസിക്കൽ ക്വാണ്ടിറ്റീസിനെല്ലാം നമ്മൾ രണ്ടായിട്ട്, ഞാൻ അടുത്ത ചാപ്റ്ററിനകത്ത് അതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. തൽക്കാലം ഇത് ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചോ. സ്കെയിലാർ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? അതിന് മാഗ്നിറ്റ്യൂഡ് മാത്രമേ കാണത്തുള്ളൂ. അതിന് എന്ത് കാണത്തില്ല? ഡയറക്ഷൻ കാണത്തില്ല. ഇപ്പോൾ എനിക്ക് ഇവിടുന്ന് കാശ്മീരിലോട്ട് പോകണം, ഒരു പ്രത്യേക ഡയറക്ഷൻ വല്ലതും ഉണ്ടോ? ഇല്ല. എനിക്ക് എങ്ങനെ വേണം പോവാം ഇല്ലേ? എങ്ങനെയൊക്കെ പോവാം? അതായത് ഈസ്റ്റ് വഴി പോവാം, വെസ്റ്റ് വഴി പോവാം, നേരെയും പോവാം ഇല്ലേ? അപ്പോൾ എനിക്ക് എങ്ങനെ വേണം? അപ്പോൾ അതിന് പ്രത്യേകിച്ച് ഡയറക്ഷൻ ഇല്ല. പക്ഷേ മാഗ്നിറ്റ്യൂഡ് ഉണ്ട്. എല്ലാത്തിനും എന്തുണ്ട്? അളവുണ്ട്. ഡിസ്റ്റൻസ്, അതായത് മാഗ്നിറ്റ്യൂഡ് ഉണ്ട്. അതിനെയാണ് മാഗ്നിറ്റ്യൂഡ് ഉള്ളതും
ഡയറക്ഷൻ ഇല്ലാത്തതുമായിട്ടുള്ള ക്വാണ്ടിറ്റീസിനെയാണ് നമ്മൾ സ്കെയിലാർ ക്വാണ്ടിറ്റീസ് എന്ന് വിളിക്കുന്നത്. ഇനി ഡിസ്റ്റൻസ് ഒരിക്കലും എന്താകത്തില്ലെന്നറിയോ? ഡിസ്റ്റൻസ് ഒരിക്കലും നെഗറ്റീവ് ആകത്തില്ല. എല്ലാ ഡിസ്റ്റൻസും എന്തായിരിക്കും? പോസിറ്റീവ് ആയിരിക്കും. ക്ലിയർ ആണല്ലോ? അപ്പം ഇനി ആ ഡിസ്റ്റൻസ് അളക്കുന്നത് എന്തായിരിക്കും? SI യൂണിറ്റ് മീറ്ററിലായിരിക്കും. നമുക്ക് കിലോമീറ്ററിൽ അളക്കാം, മില്ലിമീറ്ററിൽ അളക്കാം, സെൻറ്റിമീറ്ററിൽ അളക്കാം, ഇനി മൈക്രോമീറ്ററിൽ അളക്കാം, മെഗാമീറ്ററിൽ അളക്കാം, എങ്ങനെ വേണേൽ അളക്കാം. പക്ഷേ SI യൂണിറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മീറ്ററിലായിരിക്കും. നിങ്ങൾ എന്തിൽ അളന്നാലും അതിനെ ന്യൂമറിക്കലൊക്കെ ചെയ്യുമ്പോൾ എന്തിലോട്ട് മാറ്റണം? മീറ്ററിലോട്ട് മാറ്റണം. ഓക്കെ ആണല്ലോ? ഇനി അടുത്തത് സ്പീഡ് എന്ന് എഴുതിക്കോ. സ്പീഡ് എന്ന് എഴുതാം. സ്പീഡ് എന്ന് പറയുമ്പോഴത്തേക്കും it is the distance traveled it is the distance traveled by an object in unit time. അതായത് ഒരു യൂണിറ്റ് ടൈമിൽ ഒരു ഒബ്ജക്റ്റ് എത്ര ഡിസ്റ്റൻസ് ട്രാവൽ ചെയ്യുന്നു അതായിരിക്കും അതിൻ്റെ സ്പീഡ്. ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഞാനും എൻ്റെ അടുത്ത് ധനു ഇരിപ്പുണ്ട്. ധനു ഓട്ട മത്സരത്തിന് ഓടുവാണ്. അപ്പം ഒരു സെക്കൻഡിൽ ഞാൻ ചിലപ്പോൾ ഒരു 10 മീറ്റർ വെക്കുമായിരിക്കും, ധനു ചിലപ്പോൾ ഒരു 15 മീറ്റർ വെക്കുമായിരിക്കും. അപ്പോൾ ധനുവിന് സ്പീഡ് കൂടുതലാണ് ഇല്ലേ? അപ്പോൾ ഒരു സെക്കൻഡിൽ ഞാൻ എത്ര ഡിസ്റ്റൻസ് കവർ ചെയ്യുന്നോ അതായിരിക്കും എൻ്റെ സ്പീഡ്. ഒരു സെക്കൻഡിൽ എത്ര ഡിസ്റ്റൻസ് ധനു കവർ ചെയ്യുന്നോ അതായിരിക്കും ധനുവിൻ്റെ സ്പീഡ്. ഓക്കെ, അത് നമ്മൾ SI യൂണിറ്റ് മീറ്റർ പെർ സെക്കൻഡിലായിരിക്കും പറയുന്നത്. പക്ഷേ വണ്ടിയുടെയൊക്കെ നമ്മൾ കിലോമീറ്റർ പെർ അവറിലായിരിക്കും പറയുക. അപ്പം അത് ഓർത്ത് വെച്ചോണം. അപ്പോൾ സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. ഇതൊക്കെ നമ്മൾ കുഞ്ഞിലെ പഠിച്ചാണ്. സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ്, അതായത് ഒരു ഡോട്ട് ഇട്ടിട്ട് എഴുതുക, അടുത്ത ഡോട്ട് ഇട്ടിട്ട് ഇക്വേഷൻ എഴുതുക. സ്പീഡ് ഈസ് ഈക്വൽ ടു ഡിസ്റ്റൻസ് ബൈ ടൈം. സ്പീഡും എന്ത് തന്നെയാണ്? ഒരു സ്കെയിലാർ ക്വാണ്ടിറ്റീസിനാണ്, അത് ക്വാണ്ടിറ്റിയാണ്. അതെന്താ? അതിന് മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ, അതിന് പ്രത്യേകം ഡയറക്ഷൻ ഇല്ല. കാരണം ഡിസ്റ്റൻസ് വെച്ചിട്ടാണ് സ്പീഡ് പറയുന്നത്. അപ്പോൾ ഡിസ്റ്റൻസിന് ഡയറക്ഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ സ്പീഡിനും ഡയറക്ഷൻ ഇല്ല. ഓക്കെ ആണല്ലോ? അപ്പം അത് ഇറ്റ് ഈസ് എ സ്കെയിലാർ ക്വാണ്ടിറ്റി. അതേപോലെ തന്നെ അടുത്ത ഇട്ടിട്ട് സ്പീഡ് ക്യാൻ ബി സീറോ ആൻഡ് പോസിറ്റീവ്. സീറോയും ആകാം, പോസിറ്റീവും ആകാം. അതെന്താ? അതായത് ഒരു ഒബ്ജക്റ്റ് റെസ്റ്റിലിരിക്കുവാണെങ്കിൽ സ്പീഡ് 0 ആണ്, ഡിസ്റ്റൻസ് ഒന്നും ഉണ്ടാകുന്നില്ല, സ്പീഡ് 0 ആണ്. പക്ഷേ പോസിറ്റീവ് ആവാം, അതായത് സ്പീഡ് കൂടും അല്ലേ? ശരിയല്ലേ? പോസിറ്റീവ് ആണ്. ഓക്കെ, ഇനി അടുത്തത് അതിൻ്റെ യൂണിറ്റ്. SI യൂണിറ്റ് ഈസ് മീറ്റർ പെർ സെക്കൻഡ്. അടുത്തത് യൂണിഫോം സ്പീഡ്. പഠിച്ചതാ? എഴുതിക്കോ, വരുന്നുണ്ട് 9ാം ക്ലാസ്സിൽ പഠിക്കാത്ത സാധനങ്ങളൊക്കെ. യൂണിഫോം സ്പീഡ്. If a body covers equal distance in equal interval of time, then the body is said to be body is said to have uniform speed. അത് ഞാൻ പറയുന്ന പോലെ ഇവിടെ വരച്ച് കാണിച്ചു തരാം, നോക്കിക്കോളൂ. അത് നിങ്ങളും വരയ്ക്കണം. അതായത് ഒരു ബോഡി ഈക്വൽ ഇൻ്റർവൽ ഓഫ് ടൈമിൽ ഈക്വൽ ഡിസ്റ്റൻസ് കവർ ചെയ്യുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഞാൻ ജോഗ് ചെയ്യുന്ന സമയത്ത് പലപ്പോഴും ഞാൻ ഒരു സെക്കൻഡിൽ കവർ ചെയ്യുന്ന ആദ്യത്തെ സെക്കൻഡിൽ അല്ലെങ്കിൽ ആദ്യത്തെ 10 മിനിറ്റിൽ കവർ ചെയ്യുന്ന അതേ ഡിസ്റ്റൻസ് തന്നെയായിരിക്കും രണ്ടാമത്തെ 10 മിനിറ്റിലും കവർ ചെയ്യുന്നത്. അതേ ഡിസ്റ്റൻസ് ആയിരിക്കും മൂന്നാമത്തെ 10 മിനിറ്റിലും കവർ ചെയ്യുന്നത്. അതേ ഡിസ്റ്റൻസ് ആണ് നാലാമത്തെ 10 മിനിറ്റിലും കവർ ചെയ്യുന്നതെങ്കിൽ ഞാൻ ഒരേ സ്പീഡിലാണ് ജോഗ് ചെയ്തതെന്ന് അർത്ഥം. മനസ്സിലായോ? പക്ഷേ സത്യത്തിൽ നമ്മൾ ജോഗ് ചെയ്ത് ക്ഷീണിക്കുന്ന സമയത്ത് നമ്മൾ പെതുക്കെ സ്പീഡൊക്കെ അങ്ങ് കുറയ്ക്കും ഇല്ലേ? അല്ല നമ്മൾ ഇതുപോലെ തന്നെ. അപ്പം അതാണ്, നമുക്കൊരു എക്സാമ്പിൾ എടുക്കാൻ നോക്കിയോളൂ. ഞാൻ ഇവിടെ ഒന്ന് 0, ഇവിടാണ് എൻ്റെ സ്റ്റാർട്ടിങ് പോയിന്റ്. ഇവിടെ ഒന്ന് ഞാൻ ഒരു 2 മീറ്റർ ഓടുകയാണ്. അതിനെടുത്ത സെക്കൻഡ് എന്ന് പറയുന്നത് 2 അതിനെടുത്ത ടൈം എന്ന് പറയുന്നത് 2 സെക്കൻഡാണ്. അപ്പം ഇവിടെ ഒന്ന് ഇങ്ങോട്ടേക്ക്
അടുത്തത് 4 മീറ്ററിൻ്റെ പോയിൻ്റാണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 6 മീറ്ററിൻ്റെ പോയിൻ്റാണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 8 മീറ്ററിൻ്റെ പോയിൻ്റാണ്. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് 10 മീറ്ററിൻ്റെ പോയിൻ്റാണ്. ഓക്കെ, ഞാൻ ആദ്യത്തെ 2 മീറ്റർ ഓടാൻ വേണ്ടി 2 സെക്കൻഡ് എടുത്തു, അല്ല നടക്കാൻ വേണ്ടി. രണ്ടാമത്തെ 2 മീറ്റർ നടക്കാൻ വേണ്ടി 2 സെക്കൻഡ് എടുത്തു. മൂന്നാമത്തെ 2 മീറ്റർ നടക്കാൻ വേണ്ടി 2 സെക്കൻഡ് എടുത്തു. നാലാമത്തെ 2 മീറ്റർ, 2 തൊട്ട് 4 വരെ എത്ര മീറ്റർ ഉണ്ട്? 0 തൊട്ട് 2 മീറ്റർ വരെ 2 എന്ന് പറയാം. 2 തൊട്ട് 4 വരെ എത്ര മീറ്റർ ഉണ്ട്? 2. 4 തൊട്ട് 6 വരെ എത്ര മീറ്റർ ഉണ്ട്? 2. ഓക്കെ, അപ്പം എല്ലാ 2 മീറ്ററും കവർ ചെയ്യാൻ ഞാൻ എടുത്ത ടൈം എത്ര തന്നെയാണ്? സെയിം തന്നെയാണ്, 2 സെക്കൻഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉണ്ടാകുന്ന സ്പീഡ് നോക്കിയാൽ, സ്പീഡ് ഈക്വൽ എന്താണെന്നാണ് നമ്മൾ പഠിച്ചത്? ഡിസ്റ്റൻസ് ബൈ ടൈം. അങ്ങനെയാണെങ്കിൽ ഇവിടെ 2 മീറ്റർ ഡിവൈഡ് ബൈ 2, ഇവിടെ എന്ത് വരും? 1 മീറ്റർ പെർ സെക്കൻഡ്. ഇവിടെയും അത് തന്നെയല്ലേ? ഇവിടെയും 1 മീറ്റർ പെർ സെക്കൻഡ്, 2/2 ആണ്. ഇവിടെയും 1 മീറ്റർ പെർ സെക്കൻഡ് ആണ്, 2/2 ആണ്. ഇവിടെയും 1 മീറ്റർ പെർ സെക്കൻഡ് ആണ്, അതും 2/2 ആണ്. ഇവിടെയും 1 മീറ്റർ പെർ സെക്കൻഡ് ആണ്. കണ്ടോ? അപ്പം എ ബോഡി കവേഴ്സ് ഈക്വൽ ഡിസ്റ്റൻസ് ഇൻ ഈക്വൽ ഇന്റർവൽ ഓഫ് ടൈം, ദെൻ ദ ബോഡി ഈസ് സെഡ് ടു ഹാവ് യൂണിഫോം സ്പീഡ്. യൂണിഫോം സ്പീഡാണ്, എല്ലായിടത്തും യൂണിഫോം ആണ്, എല്ലായിടത്തും സ്പീഡ് എന്ത് തന്നെയാണ്? എല്ലാ ടൈം ഇന്റർവെല്ലിലും ഇതെന്താണ്? 1 മീറ്റർ പെർ സെക്കൻഡ്, 1 മീറ്റർ പെർ സെക്കൻഡ് തന്നെയാണ്. ഓക്കെ ആണല്ലോ? ഇത് വരച്ചിട്ടോ വേണമെങ്കിൽ വരച്ചോ പെട്ടെന്ന്. ഓക്കെ, ഇനിയും നമ്മൾ ആവറേജ് സ്പീഡും കൂടെ എഴുതിയിട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ആവറേജ് സ്പീഡ് എഴുതിക്കോ. ആവറേജ് സ്പീഡ്, ആവറേജ് സ്പീഡൊന്നുമില്ല. ടോട്ടൽ ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടു എന്താണ്? ടോട്ടൽ ഡിസ്റ്റൻസ് ബൈ ടോട്ടൽ ടൈം. അതങ്ങ് എഴുതിയാൽ മതി. ആവറേജ് സ്പീഡ് ഈസ് ഈക്വൽ ടു ടോട്ടൽ ഡിസ്റ്റൻസ് by total time. നോൺ യൂണിഫോം സ്പീഡും കൂടെ എഴുതാമേ, അത് കഴിഞ്ഞിട്ട് നിർത്തിയേക്കാം ക്ലാസ്. അതായത് ഇപ്പം മുകളിലത്തെ ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുകളിലത്തെ ആവറേജ് സ്പീഡ് എങ്ങനെ എടുക്കാൻ പറ്റും നമുക്ക്? ടോട്ടൽ ഡിസ്റ്റൻസ് എത്ര? അവിടെ എത്ര ഡിസ്റ്റൻസാണ് നടന്നേ? 10 മീറ്റർ. എത്ര ടൈം എടുത്തു? 10 സെക്കൻഡ്. 10 മീറ്റർ നടക്കാൻ 10 സെക്കൻഡ് എടുത്തു. അപ്പോൾ അവിടുത്തെ ആവറേജ് സ്പീഡ് എത്രയാണ്? 10/10 1 മീറ്റർ പെർ സെക്കൻഡ് തന്നെ. അവിടുത്തെ ആവറേജ് സ്പീഡ് 1 മീറ്റർ പെർ സെക്കൻഡ് തന്നെയാണ് അല്ലേ? 10/10 വരും, അപ്പോൾ 1 മീറ്റർ പെർ സെക്കൻഡാണ്. ഈ ആവറേജ് സ്പീഡ് എവിടെ ഗുണപ്പെടുന്നതെന്നറിയോ? നമ്മളൊരു നോൺ യൂണിഫോം സ്പീഡിലാണ് സഞ്ചരിക്കുന്നതെങ്കിൽ, ഇപ്പോൾ ഒരു ഉദാഹരണം പറയാം. നമ്മൾ ഇവിടുന്ന് തിരുവല്ലയിൽ പോവാം. തിരുവല്ല വരെ 17 കിലോമീറ്റർ ഉണ്ടെന്ന് വിചാരിച്ചു. അപ്പോൾ 17 കിലോമീറ്ററിൽ ആദ്യത്തെ 1 കിലോമീറ്റർ ഞാൻ 2 മിനിറ്റ് കൊണ്ട് ക്രോസ് ചെയ്തു, അല്ലെ 2 സെക്കൻഡും കൊണ്ട് ക്രോസ് ചെയ്തത്, സെക്കൻഡിൽ പറയാം. അടുത്ത 1 കിലോമീറ്റർ 10 സെക്കൻഡും കൊണ്ടാണ് ക്രോസ് ചെയ്തത്. അടുത്ത 5 കിലോമീറ്റർ ഞാൻ 4 സെക്കൻഡും കൊണ്ടാണ് ക്രോസ് ചെയ്തത്. അടുത്ത അപ്പം ഓരോ ഇതിലാണ് നമ്മൾ ക്രോസ് ചെയ്യുന്നതെങ്കിൽ അതിനെ നമ്മൾ എന്തെന്ന് പറയും? നോൺ യൂണിഫോം സ്പീഡ് എന്ന് പറയും. അതും കൂടെ എഴുതിക്കോ, ഹെഡിങ് എഴുതിക്കോ, നോൺ യൂണിഫോം സ്പീഡ്. അതും കൂടെ ഹെഡിങ് എഴുതിക്കോ, നോൺ യൂണിഫോം സ്പീഡ്. non-uniform speed. If a body covers unequal distance in
equal interval of time, equal interval of time. If a body covers unequal distance in equal interval of time, allala equal interval of time, then the body is said to have non-uniform speed. അപ്പം നമുക്ക് ഒരു പടം വേണം വരയ്ക്കാം. എന്താ, ഞാൻ ആദ്യത്തേത് ഇവിടെ 0 തുടങ്ങി. ആദ്യത്തെ ഒരു 10 മീറ്റർ ഞാൻ 5 സെക്കൻഡിലാണ് കവർ ചെയ്തത്. പിന്നത്തെ ഒരു, അതായത് അൺഈക്വൽ ഡിസ്റ്റൻസാണ്. അടുത്ത 5 സെക്കൻഡിൽ ഞാൻ കവർ ചെയ്തത് വെറും എത്ര, അതായത് ഇപ്പോൾ ഇത് 16ലാണ് എത്തി നിൽക്കുന്നത്. ഇത് 10 മീറ്ററാണ്, ഇത് 16 മീറ്ററാണ്. ഇനിയും അടുത്ത 5 സെക്കൻഡിൽ ഞാൻ കവർ ചെയ്തപ്പോൾ ഞാൻ 18 വന്നതേ ഉള്ളൂ. അടുത്ത 5 സെക്കൻഡ് ഞാൻ കവർ ചെയ്തപ്പോൾ 5 സെക്കൻഡ് കഴിഞ്ഞപ്പോൾ ഞാൻ 22-ലെത്തി. അപ്പോൾ നോക്കി, ഇവിടെ കവർ ചെയ്ത ഡിസ്റ്റൻസ് 10. അപ്പോൾ ഇവിടുത്തെ സ്പീഡ് കണ്ടുപിടിക്കാൻ എന്താ ചെയ്യേണ്ടത്? 10/5. അപ്പോൾ ഇവിടെ 2 മീറ്റർ പെർ സെക്കൻഡ് ആണ്. എന്നാൽ ഇവിടെ ഞാൻ കവർ ചെയ്ത ഡിസ്റ്റൻസ് എത്ര? 10 നിന്ന് 6 വരെ എത്തിയുള്ളൂ. അപ്പോൾ എത്ര? 6 ആണ്. അപ്പോൾ ഇവിടുത്തെ സ്പീഡ് എത്ര? 6/5 ആണ്. അത് 1 പോയിന്റ് സംതിങ് വരും, അത്ര മീറ്റർ പെർ സെക്കൻഡ്. ഇനി ഇവിടെ നിന്ന് ഇവിടം വരെ ഞാൻ കവർ ചെയ്ത ഡിസ്റ്റൻസ് എത്രയാണ്? 2 ആണ്. അപ്പോൾ അവിടെ എത്ര? 2/5 ആണ്. അപ്പം 0 പോയിന്റ് സംതിങ് വരും മീറ്റർ പെർ സെക്കൻഡ്. ഇവിടെ 18 നിന്ന് 22 വരെ 4 മീറ്റർ കവർ ചെയ്തു. അപ്പോൾ ഇവിടെ സ്പീഡ് 4 എത്ര എടുക്കുന്നു? 5 എടുക്കുന്നു. അപ്പോൾ 4/5 0 പോയിന്റ് സംതിങ്. അപ്പോൾ നിങ്ങൾ നോക്കിയേ, ഇവിടെ ഓരോ സെയിം ഇൻ്റർവെല്ലിലും ഞാൻ കവർ ചെയ്ത ഡിസ്റ്റൻസ് ഡിഫറൻ്റ് ആയതുകൊണ്ട് തന്നെ ഇവിടെ സ്പീഡും എന്ത് തന്നെയായിരിക്കും? സ്പീഡും ഡിഫറൻ്റ് ആയിരിക്കും. അതിനെ നോൺ യൂണിഫോം അല്ലാത്ത സ്പീഡായിരിക്കും. അതായത് നമ്മൾ യാത്ര ചെയ്യുന്ന എല്ലാം നോൺ യൂണിഫോം സ്പീഡിലാണ്. യൂണിഫോം സ്പീഡിൽ യാത്ര ചെയ്യാൻ പറ്റുമോ? ഇല്ല. യൂണിഫോം സ്പീഡിൽ യാത്ര ചെയ്യാമെങ്കിൽ അപ്പോൾ ഒരു പട്ടി കുറുക്കിയാടും, അപ്പോൾ ബ്രേക്ക് പിടിക്കും. പിന്നെ കുറച്ചുകൂടെ സ്പീഡ് പിടിക്കാൻ പോകുമ്പോൾ ഒരു അമ്മച്ചി കുറുക്കിയാടും. ഇനി പിന്നെ കുറച്ചുകൂടെ അങ്ങോട്ട് പോകുമ്പോൾ എന്തെങ്കിലും ബ്ലോക്ക് വരും, അല്ലേ? അപ്പോൾ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റത്തില്ല, യൂണിഫോം സ്പീഡിൽ കൂടെ നമ്മുടെ റോഡുകളിൽ കൂടെ സഞ്ചരിക്കാൻ പറ്റില്ല. അല്ലെങ്കിൽ വണ്ടിയൊന്നും ഇല്ലാതെ ഹർത്താൽ സമയം വരുവാണെങ്കിൽ കുറച്ച് ഡിസ്റ്റൻസ് നമുക്ക് വേണമെങ്കിൽ അങ്ങനെ സഞ്ചരിക്കാം. അല്ലെങ്കിൽ മത്സരങ്ങളിൽ അങ്ങനെ സഞ്ചരിക്കാം. അവിടെ വേറെ റോഡുകളൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ വേറെ വണ്ടികളൊന്നും ഇല്ലല്ലോ, അപ്പോൾ നമുക്ക് അങ്ങനെ വേണം സഞ്ചരിക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ക്ലാസ്. എന്തെങ്കിലും മനസ്സിലാകാൻ ബുദ്ധിമുട്ടുള്ളതുണ്ടായിരുന്നെങ്കിൽ എന്നോട് പേഴ്സണലായിട്ടൊരു മെസ്സേജ് അയയ്ക്കുക, ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ എന്നാൽ ഇന്നത്തെ ക്ലാസ് ഇങ്ങനെ നിൽക്കട്ടെ. ബൈ. ഇനിയും അടുത്ത മറ്റന്നാളെയാണ്. മറ്റന്നാൾ ടൈം ഓർത്തോണം, നമ്മുടെ ടൈം ചേഞ്ച് ചെയ്തു, 7 മണിക്കാണ്. അപ്പം ആ സമയത്ത് കയറുക. അപ്പം ബൈ, ഇങ്ങനെ നിൽക്കട്ടെ.